ഡിജിറ്റൽ വിപ്ലവം മനുഷ്യന്റെ ജീവിത രീതികളെ സമൂലമായി മാറ്റിമറിച്ചു. അതിലേറ്റവും പുതിയതും സ്വാധീനമുള്ളതുമായ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പ്രത്യേകിച്ചും ChatGPT പോലുള്ള വലിയ ഭാഷാ മോഡലുകൾ വിവരശേഖരണം, ആശയ രൂപീകരണം, എഴുത്ത്, കോഡിംഗ്, ഗവേഷണം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരു വശത്ത് ഇത് മനുഷ്യന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ChatGPTയുടെ അമിത ഉപയോഗം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചിന്താശേഷിയെയും പ്രശ്നപരിഹാര കഴിവുകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. പുതിയ പഠനങ്ങൾ ഈ വിഷയത്തിൽ നിർണായകമായ കണ്ടെത്തലുകളാണ് മുന്നോട്ട് വെക്കുന്നത്. MIT മീഡിയ ലാബിലെ ഗവേഷകർ നടത്തിയ ഒരു പഠനം ഈ വിഷയത്തിൽ വളരെയധികം വെളിച്ചം വീശുന്നുണ്ട്. ബോസ്റ്റണിൽ നിന്നുള്ള 18-നും 39-നും ഇടയിൽ പ്രായമുള്ളവരെ 3 സംഘങ്ങളായി തിരിച്ച് അവരുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ ഇലക്ട്രോ എൻസെഫലോഗ്രാഫി സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു പഠനം. ഈ സംഘങ്ങളോട് ChatGPT ഉൾപ്പെടെയുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് ഉപന്യാസങ്ങൾ എഴുതാൻ ആവശ്യപ്പെട്ടു. പഠനഫലങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. AI ടൂളുകളുടെ തുടർച്ചയായ ഉപയോഗം ചെറുപ്പക്കാരെ ദോഷകരമായി ബാധിക്കുമെന്നും അവരിൽ മടിയും ചിന്താപരമായ ആശ്രയത്വവും വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ കണ്ടെത്തി. പഠനത്തിനായി ശേഖരിച്ച സാമ്പിളുകൾ താരതമ്യേന കുറവായിരുന്നെങ്കിലും അതിന്റെ കണ്ടെത്തലുകളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇത് പൊതുശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ഈ പഠനം സൂചിപ്പിക്കുന്നത് AIയെ ഒരു ഉപകരണമായി മാത്രം കാണുന്നതിന് പകരം അതിനെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ചില അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാമെന്നാണ്. ഇത് മനുഷ്യന്റെ സ്വാഭാവികമായ പഠന പ്രക്രിയകളെയും വിവരങ്ങളെ സ്വന്തമായി വിശകലനം ചെയ്യാനുള്ള കഴിവിനെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. ChatGPT പോലുള്ള AI ടൂളുകൾ വിവരങ്ങൾ അതിവേഗം പ്രോസസ് ചെയ്യുകയും കൃത്യമായ ഘടനാപരമായ മറുപടികൾ നൽകുകയും ചെയ്യുന്നു. ഇത് സമയലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മസ്തിഷ്കം സ്വന്തമായി വിവരങ്ങൾ ശേഖരിക്കാനും അവയെ വിമർശനാത്മകമായി വിലയിരുത്താനും പ്രശ്നങ്ങളെ സമീപിക്കാനും സ്വന്തമായ ആശയങ്ങൾ രൂപീകരിക്കാനുമുള്ള കഴിവ് ക്രമേണ ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. ഇതിനെ ജ്ഞാനപരമായ അലസത എന്ന് വിശേഷിപ്പിക്കാം. ഒരു വിഷയത്തെക്കുറിച്ച് AI നൽകുന്ന വിവരങ്ങളെ അതേപടി സ്വീകരിക്കാനുള്ള പ്രവണത വർദ്ധിക്കുന്നു. വിവരങ്ങളുടെ സത്യാവസ്ഥ, കൃത്യത, പക്ഷപാതം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാതെ അവയെ ആശ്രയിക്കുന്നത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും നമ്മളെ തടയും. സ്വന്തമായ ഒരു വിഷയത്തെക്കുറിച്ച് വ്യത്യസ്ത കോണുകളിൽ നിന്നും ചിന്തിക്കാനുള്ള കഴിവ് കുറയുന്നു. സൃഷ്ടിപരമായ കഴിവിന്റെ ശോഷണം. കലാപരമായ കാര്യങ്ങൾക്കോ നൂതനമായ ആശയങ്ങൾ കണ്ടെത്താനോ ChatGPTയെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ സർഗാത്മകമായ ഭാഗങ്ങൾ വേണ്ടത്ര ഉത്തേജിപ്പിക്കപ്പെടുന്നില്ല. AI നൽകുന്ന പൂർണ്ണമായ ഉത്തരങ്ങൾ പുതിയ ചിന്തകൾക്ക് വഴിയൊരുക്കുന്നില്ല. ഇത് നമ്മുടെ ഭാവനയെയും മൗലികമായ ആശയങ്ങളെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. പ്രശ്നപരിഹാര ശേഷിയുടെ കുറവ്. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സ്വന്തമായ വഴികൾ ആലോചിക്കുന്നതിന് പകരം AIയുടെ സഹായം തേടുന്നത് നമ്മുടെ പ്രശ്നപരിഹാര ശേഷിയെ ദുർബലപ്പെടുത്തുന്നു. വെല്ലുവിളികളെ നേരിടുമ്പോൾ ആവശ്യമായ ലോജിക്കൽ ചിന്തയും വിവിധ സാധ്യതകൾ പരിശോധിക്കാനുള്ള കഴിവും ഇല്ലാതാകുന്നു. ഉദാഹരണത്തിന്, ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഒരു ഡിസൈൻ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടെന്ന് കരുതുക. സാധാരണഗതിയിൽ അവൻ വിവിധ പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും വ്യത്യസ്ത ഡിസൈനുകൾ പഠിക്കുകയും സ്വന്തം ആശയങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ChatGPT ആശ്രയിക്കുമ്പോൾ AI നൽകുന്ന റെഡിമെയ്ഡ് ഉത്തരങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. ഇത് അവന്റെ അടിസ്ഥാനപരമായ രൂപകൽപ്പന ശേഷിയെയും നൂതന ചിന്തയെയും ബാധിക്കും. അതോടൊപ്പം AI ടൂളുകൾ കാര്യങ്ങൾ എളുപ്പമാക്കുമ്പോൾ മനുഷ്യരിൽ മടി കൂടാനുള്ള സാധ്യതയുണ്ട്. കഠിനാധ്വാനം ആവശ്യമുള്ള ജോലികൾ പോലും AI ചെയ്യുമോ എന്ന ചിന്തയിൽ സ്വന്തമായി പരിശ്രമിക്കാനും ആഴത്തിൽ ചിന്തിക്കാനുമുള്ള താല്പര്യം കുറയുന്നു. ഇത് വ്യക്തിഗത വളർച്ചയെയും കഴിവിനെയും ദോഷകരമായി ബാധിക്കും. കൂടാതെ ChatGPT പോലുള്ള ടൂളുകളോടുള്ള അമിതമായ ആശ്രയത്വം ഒരു ഘട്ടത്തിൽ ഇവയില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേക്കാം. സ്വന്തമായി ഒരു ഇമെയിലിന് മറുപടി നൽകാനോ ഒരു പ്രബന്ധം എഴുതാനോ ഒരു ലളിതമായ കണക്ക് കൂട്ടാനോ പോലും AIയുടെ സഹായം വേണ്ടിവരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. ഇത് വ്യക്തിഗത സ്വയം പര്യാപ്തതയെയും ആത്മവിശ്വാസത്തെയും ഇല്ലാതാക്കും. ഇത്തരം ഒരു അവസ്ഥയിൽ AI ടൂളുകൾ ലഭ്യമല്ലാതായാൽ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രയാസമാകും. വിദ്യാഭ്യാസ രംഗത്താണ് ഈ പ്രതിഭാസം ഏറ്റവും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോംവർക്കുകളും പ്രൊജക്റ്റുകളും ചെയ്യാൻ AIയെ ആശ്രയിക്കുന്നത് അവരുടെ പഠന പ്രക്രിയയെ മന്ദഗതിയിലാക്കും. സ്വന്തമായി പഠിച്ച് അറിവ് നേടുന്നതിനും വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വളർത്തുന്നതിനും പകരം AIയിൽ നിന്നുള്ള ഉത്തരം അതേപടി പകർത്തുന്നത് അവരുടെ ഭാവിക്ക് ഗുണകരമല്ല. ഇത് യഥാർത്ഥ പഠനത്തെയും അറിവിനെയും ദുർബലപ്പെടുത്തുന്നു. പരീക്ഷകളിൽ പോലും AIയുടെ സഹായം തേടുന്നത് യഥാർത്ഥ അറിവിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിയെഴുതും.
അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ശേഷി അളക്കാൻ ഇത് വലിയ വെല്ലുവിളിയാകും. AI-യുടെ സഹായത്തോടെ ലഭിക്കുന്ന ഉയർന്ന ഗ്രേഡുകൾ യഥാർത്ഥത്തിലുള്ള അറിവിന്റെ പ്രതിഫലനമല്ലാതായി മാറും. കൂടാതെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ഒരു വിഷയത്തിൽ ഗവേഷണം ചെയ്യാനും വിവരങ്ങൾ വിശകലനം ചെയ്യാനും സ്വന്തം വാദഗതികൾ രൂപീകരിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇത് അക്കാദമിക് സത്യസന്ധതയെയും ചോദ്യം ചെയ്യുന്നു. AI-യുടെ സാധ്യതകളെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധ്യമല്ല. AI ഒരു ശക്തമായ ഉപകരണമാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഗവേഷണങ്ങളെ ത്വരിതപ്പെടുത്താനും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കാനും കഴിയും. ഒരു ഡോക്ടർക്ക് രോഗനിർണയം നടത്താൻ AI-യുടെ സഹായം തേടാം, എന്നാൽ അന്തിമ തീരുമാനം ഡോക്ടറുടേതായിരിക്കണം. ഒരു എഴുത്തുകാരന് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ AI-യെ ഉപയോഗിക്കാം, എന്നാൽ എഴുത്തിന്റെ തനിമയും ശൈലിയും എഴുത്തുകാരന്റെ സ്വന്തമായിരിക്കണം. അതിനാൽ ഇതിനൊരു പരിഹാരം AI-യെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് ഉത്തരവാദിത്തത്തോടെയുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. AI-യെ ഒരു സഹായിയായി മാത്രം കണക്കാക്കുക, അല്ലാതെ എല്ലാ ഉത്തരങ്ങളും നൽകുന്ന ഒരു ഏക ആശ്രയമായി കാണാതിരിക്കുക.